ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ അറ്റൻഷനെ കുറിച്ചാണ്. ശ്രദ്ധ. നമ്മളൊരാൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അയാളുടെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിലാണ്. നമ്മുടെ കോളേജിൽ പുതുതായിട്ടൊരു പെൺകുട്ടി വന്നു, നല്ല ലുക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ക്രഷ് അടിച്ചു. അപ്പോൾ അങ്ങനെ ക്രഷ് അടിക്കാൻ കാരണം എന്താ? നമ്മളെ പെൺകുട്ടിയെ കെയർ ചെയ്തു. ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ചൊറുക്കിനെ നമ്മൾ കെയർ ചെയ്തു. നമുക്കൊരു ക്രഷ് അടിച്ചു. നമുക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. എനിക്ക് ആ ഫ്രണ്ടിനോട് എങ്ങനെ ഇഷ്ടം തോന്നിയത്, നമ്മൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാളെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അയാളെ ഒരു ഇഷ്ടം തോന്നി, ഒരു കെയർ. അതായത് കെയർ മീൻസ് നമ്മളയാളെ ശ്രദ്ധിച്ചു, ഒരു ശ്രദ്ധ നമുക്ക് അയാളോട്ടുണ്ടായി. അപ്പം നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്ന് വേദന ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ലവറൊക്കെ ആണെങ്കിൽ ആ ഒരു ലവർ നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്രയും ഇതുണ്ടാവും, വേദന ഉണ്ടാവും. അതല്ല നമ്മൾ ടൈം പാസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പെയിൻ ഉണ്ടാവില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉദ്ദേശം എങ്ങനെയായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. നമ്മളിപ്പോൾ ഒരാൾ ഒഴിവാക്കി, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആളെ പിന്നാലെ പോകരുത്. നമ്മൾ അയാളെ ശ്രദ്ധ മാറ്റുക. നമ്മളെ ശ്രദ്ധ നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നോ അതിനനുസരിച്ച് നിൽക്കും നമ്മൾ. നമ്മൾ ഫുള്ള് എന്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു. അപ്പോൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളെ ശ്രദ്ധ അതിൽ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റാണ് ആ ഒരു റീൽസിൽ നിന്നൊക്കെ കിട്ടുന്നില്ല? ഇല്ല. നമുക്കൊരു പ്ലഷർ കിട്ടും, ഒരു സന്തോഷം. ആ ഒരു റീൽസിൽ വല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലഷർ കിട്ടും. ബട്ട് അതൊരു ടെമ്പററി മാത്രമാണ്. ഒരു 5 മിനിറ്റ് അതുവഴി നമ്മൾ ഒരുപാടധികം സമയം നമ്മളവിടെ കൊണ്ടുപോയി കളയാണ്. അതിലാണ് നമ്മളെ ശ്രദ്ധ കൊടുക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ശ്രദ്ധ നമ്മൾ പഠനത്തിൽ, നമ്മളെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിക്കാനോ, അല്ലെങ്കിൽ പുറത്തൊരു ഫുട്ബോൾ, ഒരു കായികപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ നൽകാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ സമയം കളയുന്നത്? അതുപോലെ നമ്മളിപ്പോൾ ഒരാളെ ശ്രദ്ധിക്കുക. അതായത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരുപാടധികം പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അഥവാ ക്രഷ് അടിക്കുകയാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയോട് മാത്രമേ ക്രഷ് അടിക്കുള്ളൂ. കാരണം എന്താ? നമ്മൾ ശ്രദ്ധിക്കുന്നവർ വേണം. നമ്മൾ ആരെയാണ് ശ്രദ്ധിക്കുന്നത്, അവരായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇത് കൊടുക്കുക, ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട് ഞാൻ വിചാരിക്കുക. ആ കുട്ടീനെ കുറിച്ച് എനിക്ക് തീരെ ഒന്നും അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ കുട്ടീനെ പറ്റി അറിയില്ല. ആകെ അറിയാൻ്റെ പേരും അതിൻ്റെ പല പേരും കൂടി എനിക്കറിയില്ല. സോ അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് അറിയുള്ളൂ, അയാളെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സംഭവത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളൊരാളെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്ക് ഇയാളെ ഇനി വേണ്ട, നമുക്ക് ഇയാളെ വേണ്ട, നമ്മളിപ്പോൾ ഒരു ബ്രേക്കപ്പൊക്കെ ആണെങ്കിൽ പറയുകയാണ്, നമുക്ക് ഒരാളെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു, നമ്മൾ ഒഴിവാക്കി പോയി. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ നല്ലത് വെച്ചാൽ എനിക്കിത് വേണ്ട, ഇത് ഒഴിവാക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ അയാളിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. നമ്മൾ ചിലവരൊക്കെ പറയും മറക്കാൻ പറ്റണില്ല. ഒരു കാര്യം പറയാം, നിങ്ങൾ മറക്കാൻ പറ്റാത്തത് അവരെ വീണ്ടും ഓർത്തുകൊണ്ടാണ്. അതിനുള്ള കാര്യം എന്താ വെച്ചാൽ പരമാവധി തിരക്കിലാവുക. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകണം. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പെൺകുട്ടി ഓർമ്മ വരുമോ? ഞാൻ ചോദിക്കട്ടെ, ഓർമ്മ വരുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുട്ബോളായിരിക്കും കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യിക്കോട്ടെ, ഒരു കരാട്ട ക്ലാസ്സിന് പുറത്ത് പോയി. ആ കരാട്ട ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങൾ അവളെ ഓർക്കുമോ? ഈ കരാട്ട പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവളെ ഓർക്കുമോ? ഇല്ല. കാരണം നിങ്ങളവിടെ ശ്രദ്ധ കരാട്ട ക്ലാസ് കരാട്ട ക്ലാസ് പഠിക്കണില്ലായിരിക്കും നോക്കുക, ആ പഠിക്കണില്ലായിരിക്കും ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ എവിടെ ആയിരിക്കും കൊടുക്കുന്നത്, അതായിരിക്കും നല്ലത്. ആ ഒരു കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മളെ ഫോക്കസ് നമ്മൾ എവിടെ കൊടുക്കണം നമ്മളെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ എവിടെ ഫോക്കസ് കൊടുക്കണം നമ്മൾ ചിന്തിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല ഓർമ്മകളും നെഗറ്റിവിറ്റിയും പണ്ടത്തെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പണിയെടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആവുക. എന്തെങ്കിലും മീൻസ് ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു സിനിമ വെച്ചാൽ നിങ്ങളിഷ്ടം, നിങ്ങൾക്കൊരു സിനിമ കാണാം. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ശ്രദ്ധ പോകുക. ആ സിനിമേൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ മൊമെൻറ്റ് പറയുമ്പോഴും നമ്മളെ ഈ ഒരു പണ്ടത്തെ എക്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ഒരു ഇതിനെ
ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ മണ്ട് ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഇതിന് വേണ്ടി അച്ചീവ് ചെയ്യാനുള്ള തിരക്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ടും നമ്മൾ പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ ഇതൊക്കെ മറക്കും. അത്രേ ഉള്ളൂ ഈ മറക്കാം ഇത് കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരാളെക്കുറിച്ച് കെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അയാളിലേക്ക് വികാരങ്ങളും അയാളിലേക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് കെയർ ചെയ്യാതിരുന്നാൽ നമുക്ക് ആ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളിപ്പോൾ എന്നെ ഈ വീഡിയോ കാണാൻ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് വ്യൂസ് കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ഇടാതെ പോയി വെച്ചാൽ എനിക്ക് നഷ്ടം, എനിക്ക് ലൈക്ക് കിട്ടിയില്ല. അതേപോലെ നിങ്ങൾ കെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരാളെക്കുറിച്ച് നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത്. അയാളെ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടാണ് ഇപ്പോൾ എനിക്കൊരു ഞാൻ പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം കെയർ ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനോട് ഒരു അറ്റാച്ച്മെൻറ്റോ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങോ ഉണ്ടാവില്ല. അത് ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ അത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ ഏതാണ്ട് മനസ്സിലാക്കുന്നു. ഈ ഒരു ട്രിക്ക്, ഈ ഒരു സൈക്കോളജി നിങ്ങൾ അപ്ലൈ ചെയ്താൽ ചില കാര്യങ്ങളിലും ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല അഡ്വാൻറ്റേജ് ആക്കാം, അല്ലെങ്കിൽ അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അത് ഒരുപാടധികം പെയിന് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല.